to my channel Way of Shilpa. യെസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ എൻ്റെ വ്ളോഗ്, ആക്ച്വലി ഇന്നത്തെ വ്ളോഗ് എന്നെനിക്ക് പറയാൻ പറ്റില്ല. ഇതൊരു പല ദിവസങ്ങളായിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും. ആൻഡ് ഈ വ്ളോഗിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ നാട്ടിൽ പോകുവാണ്. 2 വർഷത്തിന് ശേഷം ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. ഞാൻ വന്നിട്ട് 2 വർഷമായോ, 2 വർഷം സമയം പോയെന്നാണ് ഞാൻ അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നാട്ടിൽ പോകുന്നതിന് കുറേ പ്രത്യേകതകളുണ്ട്, ഒരുപാട് ഉണ്ട്. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ എന്തായാലും അത് ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറയുന്നില്ല. എന്തായാലും ഞാൻ നാട്ടിൽ പോകുവാണ്. അപ്പോൾ വീഡിയോ മിക്കവാറും വരുന്നത് ചിലപ്പോൾ ഞാൻ നാട്ടിൽ എത്തിയതിന് ശേഷമായിരിക്കും വീഡിയോ. അങ്ങനെ എനിക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റൂ. കാര്യം എൻ്റെ ഈ ഒരു വ്ളോഗിൽ നിങ്ങൾ കാണുന്നത് ഇപ്പം ഞാൻ ഷോപ്പിങ്ങിന് പോകാനായിട്ട് ഷോപ്പിംഗ് ചെയ്യുന്ന സാധനങ്ങളും പാക്കിങ്ങും പിന്നെ ഫ്ലൈറ്റ് കയറുന്നതും പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങി നാട്ടിൽ ചെല്ലുന്നതും അതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഇതെനിക്ക് ഒരു ദിവസത്തിൻ്റെ വ്ളോഗല്ലല്ലോ, പല ദിവസങ്ങളായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അത് കൂട്ടി യോജിച്ചിട്ടുള്ള ഒരു വ്ളോഗായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ 27-ന് ഞങ്ങൾ ഇവിടുന്ന് കയറുന്നത്. 28-ന് നാട്ടിലെത്തുന്ന രീതിയിലാണ്. ഏപ്രിൽ നിങ്ങൾ കാണുമ്പോഴത്തേക്കും 28 എന്തായാലും കഴിയും. ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. പെർമനൻ്റ്ലി ഞാൻ UK ലീവ് ചെയ്യുവാണ്. അതായത് ഞാൻ തിരിച്ചിങ്ങോട്ട് വരുന്നതില്ല. എൻ്റെ കോഴ്സ് കഴിഞ്ഞു, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. ഞാനൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ എനിക്ക് ഇവിടെ ഒരു പ്ലേസ്മെൻ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ എൻ്റെ ഫുൾ ടൈമിലാണ്. അപ്പോൾ നെക്സ്റ്റ് മന്തൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ വിസ തീരുന്നൊരു ടൈമാണ്. സോ അതിന് മുൻപേ ഞാൻ പോവുകയാണ്. ഞാൻ PSW എടുക്കണം, എന്നാലേ എനിക്ക് പുതിയ വിസ കിട്ടത്തുള്ളൂ. ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ നാട്ടിലൊരു ഏകദേശം കുറച്ച് കാര്യങ്ങളൊന്ന് സെറ്റായിട്ടുണ്ട്. സോ ഞാൻ വിചാരിച്ചു, ഞാനും ധീരജേട്ടനും കൂടെ എടുത്തൊരു ഡിസിഷനാണ്. അപ്പോൾ ഞങ്ങൾക്ക് വന്നൊരു ഇതായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ പോവാം, ഇവിടെ നിൽക്കണ്ട. അപ്പോൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്താ സംഭവം, അതൊന്നും ഞാനിപ്പം പറയുന്നില്ല. കാര്യം ഫ്യൂച്ചർ എന്താവും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ. സോ അതൊക്കെ ഞങ്ങൾ അത് പോകുന്നതനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ പോട്ടെ, അത് നമുക്ക് വഴി അറിയിക്കാം. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇൻട്രോ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലൂടെ ആഡാക്കി ഒരു വ്ളോഗായിട്ട് ഞാൻ കാണിക്കാം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നാട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഡെയിലി ഷോർട്സും മറ്റു കാര്യങ്ങളും ഇടാൻ പറ്റും. ഇവിടെ എന്ന് വെച്ചാൽ ദിവസം ഞാൻ ഷിഫ്റ്റിന് വരുന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനോ ഒന്നിനുള്ള ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടൊക്കെ ആട്ടോ ഈ വീഡിയോസും ഷോർട്സൊക്കെ ലാഗായി പോകുന്നത്. അല്ലാതെ മനഃപൂർവ്വമല്ല. എനിക്കതിൽ നല്ല വിഷമമുണ്ട്. വീഡിയോസ് ഇടാൻ പറ്റാത്തതിൻ്റെ നല്ല വിഷമം എനിക്കുണ്ട്. പക്ഷെ ഐ ഹോപ്പ് നല്ല ഇതോടുകൂടി തിരിച്ച് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നൊക്കെ. പാക്കൊക്കെ ചെയ്യാനുണ്ട്, അങ്ങനെല്ലാം അത് കാണിക്കാം കേട്ടോ. അപ്പം നമ്മൾ സാധനങ്ങൾ മേടിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആക്ച്വലി ഇന്ന് എനിക്ക് ഷിഫ്റ്റ് ഉള്ള ദിവസമായിരുന്നു, പക്ഷെ ഞാൻ ഓഫ് എടുത്തു. നമ്മൾ വേറൊരു ദിവസം പോകാനായിരുന്നു പ്ലാൻ. പിന്നെ ഇന്ന് ഓഫ് എടുത്തത് കൊണ്ട് ഇന്നങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമ്മൾ എൽഫോർഡ് പോകുന്നു. എൽഫോർഡ് വലിയൊരു സെയിൻസ്ബറി ഉണ്ട്. ആ സെയിൻസ്ബറിയിൽ പോയിട്ട് ചോക്ലേറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ബാക്കി കുറച്ച് അല്ലറ ഷോപ്പിങ്സ്, കുറേ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത് മേടിച്ചു. ഇനി അത് പാക്ക് ചെയ്യണം. അപ്പോൾ അത് ഇന്ന് പാക്ക് ചെയ്യുമെന്നുണ്ടെങ്കിൽ ഞാനത് കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറൊരു ദിവസം പാക്ക് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത്. ഒരു സെറ്റ് സാധനങ്ങൾ ഒരു സെറ്റല്ല, നമ്മുടെ ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ച്. ലാസ്റ്റ് സെറ്റായിരുന്നു ചോക്ലേറ്റ്സും പിന്നെ കുറച്ച് കുപ്പി എടുക്കാനാണ് പോയത്. ഇനി ഞങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോവാൻ കുറച്ച് ഡ്രസ്സും പിന്നെ അല്ലാണ്ട് കുറച്ച് എന്താ പറയുക ക്രീം അങ്ങനത്തുള്ള സാധനങ്ങളുള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ ഫുള്ള് സെറ്റ് ചെയ്ത് മേടിച്ചു. ഇനി അത് പാക്ക് ചെയ്യണം. ഞാൻ ഇന്നലെ ഒരു ജ്വല്ലറി സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സൈറ്റിൽ കയറിയിട്ട്, സൊക്കാറ ജ്വല്ലേഴ്സിൻ്റെ. അപ്പോൾ അത്
12 പൗണ്ടേ ഉള്ളൂ. പടത്തിൽ കണ്ടപ്പോൾ വളരെ സാധാരണ ഒരു ജ്വല്ലറി സെറ്റ്. ഇപ്പം ഞാൻ വന്നപ്പോൾ അതിവിടെ കണ്ടു. അതിപ്പോൾ കാണിച്ചു തരാം. ഈ സാധനം അടിപൊളി. ഞാനത് കാണിക്കാം കേട്ടോ നിങ്ങളതിൻ്റെ സംഭവം. നല്ല സാധനം, നല്ല അടിപൊളി സാധനം. എല്ലാം പറ്റും അമ്മ. എനിക്ക് അതിൻ്റെ ഒരു കാർഡൊക്കെ കിട്ടി. പാക്കിംഗ് എല്ലാം ഏകദേശം നല്ല ഫുള്ള് കംപ്ലീറ്റ് തീർന്നു. എന്തായാലും ഞങ്ങൾക്ക് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഇവരുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളൊരിതാണ്. അപ്പോൾ അവരുടെ അടുത്ത് യാത്ര പറയാൻ പോകുവാണ്. അപ്പോൾ അതൊന്നും ഞാനകത്ത് ആഡാക്കിയിട്ടില്ല. അവസാനത്തെ കുറച്ച് ക്ലിപ്പ് മാത്രമേ ഉള്ളൂ. കാര്യം വിഷമിക്കേണ്ടെന്ന് വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇവരെന്തെങ്കിലും നാട്ടിൽ വരുമ്പോൾ നമുക്ക് കാണാം. പിന്നെ എനിക്ക് ഭയങ്കര വിഷമമൊക്കെയുണ്ട് കേട്ടാ. എനിക്കാണെങ്കിൽ ഇവരെ മിസ് ചെയ്യുന്നതിന് വിഷമമുണ്ട്. എന്നൊക്കെ മനസ്സിലൊക്കെ ഇങ്ങനെ പറയണമെന്നൊക്കെ ഉണ്ട്. എന്നൊക്കെ പറയാൻ സച്ചു നേരത്തെ കൂട്ടി പറഞ്ഞിരുന്നു. നേരത്തെ കൂട്ടി പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്, നീ ഇങ്ങനെയൊക്കെ പറയണം വ്ളോഗിൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ടൊന്നും അല്ല ഗൈസ്, എനിക്ക് ശരിക്കും വിഷമമുണ്ട്. സത്യം പറഞ്ഞ വിഷമമുണ്ട്. പിന്നെ മാറും, ജീവിതം അല്ലേ, നമ്മളൊരു ഇതിലേക്കങ്ങ് പോകണം. ദാറ്റ്സ് ഓൾ. ഓക്കെ, കൂടുതൽ ഇംഗ്ലീഷ് പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. ഊബർ ബുക്ക് ചെയ്തിട്ട് വന്നില്ല. ഇനി കുറേ വീഡിയോ എടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓ മൈ ഗോഡ്, ധീരജേട്ടൻ വണ്ടിക്ക് പകരം നവരുചിന്ന് മന്തി എന്നൊന്ന് ഓർഡർ ചെയ്തത്. ഇപ്പൊ നവരുചിന്ന് മന്തി വരും. അപ്പൊ നമ്മളെങ്ങനെ പോവും? മന്തിക്കകത്തേര് അപ്പൊ നീ എനിക്ക് ബാക്കി വീഡിയോ എടുത്ത് തന്നാലേ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂ, അല്ലെങ്കിൽ ഇത് കാണാൻ പറ്റൂല. നമ്മൾ ഹീത്രൂ എയർപോർട്ടിൽ ചെക്കിങ് ഒക്കെ കഴിഞ്ഞിന് നമ്മൾ ഫ്ലൈറ്റ് വരാനായിട്ട് വെയിറ്റ് ചെയ്തു. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സമയം 8 മണിയാണ്. ഇവിടെ സമയം 5:30 ആയിട്ടേ ഉള്ളൂ. സോ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഉറങ്ങാം. ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് വന്നിരിക്കുന്നത് ദോഹയിലാണ്. അപ്പം ഫസ്റ്റ് ഹീത്രൂന്ന് നമ്മൾ നേരെ ദോഹയിൽ ഇറങ്ങുന്നത്. ദോഹയിൽ നിന്ന് പിന്നീട് ട്രിവാൻഡ്രം പോകുന്നത്. അപ്പോൾ രാവിലത്തെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. ദോഹയിൽ എനിക്ക് തോന്നുന്നു ഒരു 3 മണിക്കൂർ അടുപ്പിച്ചിട്ടുള്ള ലേ ഓവർ നമുക്കുണ്ടായിരുന്നു. അതിന് ശേഷമായിരുന്നു അടുത്ത ഫ്ലൈറ്റ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ട്രിവാൻഡ്രം എയർപോർട്ട് തൊട്ട് വീട് വരെയുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാര്യം ഞാനും ധീരജേട്ടനും ടയേർഡായിരുന്നു. മെയിൻ റീസൺ എന്ന് പറയുന്നത് ധീരജേട്ടന് പനിയും കൂടെ ആയിരുന്നു. സോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. സോ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ ഞാൻ വീട്ടിലെത്തിയതിന് ശേഷമുള്ള കുറച്ച് ക്ലിപ്പ് മാത്രമേ കാണൂ. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വന്നതേ ഉള്ളൂ. 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നല്ലൊരു മഴ കാണുന്നത്. നിങ്ങൾക്കറിയാലോ, ലണ്ടനിൽ മഴയെന്ന് പറയുന്ന സംഭവത്തിന് ഒരിക്കലും അത് മഴയല്ലത്. ഐ വിൽ ഷോ യു. നോക്കിയോ. ഫൈനലി ഈ മഴയോടുകൂടി എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു മഴയാട്ടോ ഞങ്ങൾ കണ്ടത്. 2 വർഷങ്ങൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞ് മഴ കാണാമെന്ന് പറയുന്നത് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തി. ഞങ്ങളുടെ ജേണിയൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ